ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു ഹെൽത്തി ഫ്ലേവേഴ്സ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അതായത് കപ്പയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ഇവിടെ ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. നമുക്കത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. കപ്പയാണ്, നമ്മളതിനെ തൊലി കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിടുക. നമുക്കിത് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് നമുക്കിത് എളുപ്പം വേവിച്ചെടുക്കാൻ പറ്റും. മണ്ണുണ്ടാവും, അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാഷ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കൊരു 2 വിസിൽ കൊണ്ട് നമുക്കത് ഓഫ് ചെയ്യാം. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്കത് എണ്ണയിലിട്ട് എടുക്കാനായിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. അതിനിവിടെ ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് കടലമാവ്, കുറച്ച് ഉപ്പ് നമ്മൾ മാവിലിട്ട് കൊടുക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് എടുക്കാം. കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഇത്തിരി തിക്നെസ് കുറഞ്ഞാൽ അത് നമുക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിനി കടുക് വറുക്കാൻ പോയാണ്. കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നല്ല മണം കിട്ടും ഉഴുന്നും പരിപ്പ് ഇടുമ്പോഴത്തേക്കും. ഒരു സ്പൂൺ ഉഴുന്നും പരിപ്പ് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ 2 കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്തിട്ട് നമുക്ക് ഇഞ്ചി, അപ്പോൾ 2-3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതിനകത്തേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി നിർബന്ധമില്ല, ഇപ്പോൾ ഞാൻ ഓപ്ഷനിലാണ്. ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇപ്പോൾ 3 എണ്ണം അരിഞ്ഞിട്ടുണ്ട്. അത് എരി കുറയ്ക്കണമെങ്കിൽ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല. അതുകൊണ്ട് 3 പച്ചമുളക് വളരെ ചെറുതായിട്ട് നുറുക്കിയത്. കൂടെ തന്നെ നമ്മൾ സവാള, ഇതിപ്പോൾ 1 സവാള ചെറുതായിട്ട് നുറുക്കിയതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ഒന്ന് വാടിക്കോട്ടെ നന്നായിട്ട്. നമ്മൾ കപ്പ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കപ്പ നല്ല വെന്തിട്ടുണ്ട്. കപ്പ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ കൈ കൊണ്ട് ഇളക്കുന്നതിന് മുമ്പ് നമുക്ക് അതുകൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കപ്പ മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചെടുത്തു. അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ലൊരു പരുവത്തിൽ നമുക്കത് ബോണ്ട ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് വറുത്തത് അതും കൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ ഉഴുന്നുപരിപ്പിട്ടു.
നല്ല മണമുണ്ട്. ആ ഉഴുന്നും പരിപ്പ് വറുത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ വെറുതെ കഴിക്കാവുന്നതാണ്. നമ്മളിപ്പം ബോണ്ടയാണ് പറഞ്ഞത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടാക്കുക. അത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ചെയ്ത് വെച്ച മാവുണ്ട്, ബാറ്റർ, അതിനകത്തേക്ക് മുക്കി നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് നമുക്കത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചീനിച്ചട്ടി വെച്ചു. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. നമ്മൾ ചെറിയ ബോളായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കുക. മാവ് ചൂടുണ്ട്, അപ്പോൾ നമ്മൾ കൈയൊന്ന് ശ്രദ്ധിച്ച് നല്ലപോലെ ചെറിയ ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ വേണമെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് ഉരുട്ടിയെടുക്കാം. നമ്മളിതിലേക്ക് ബാറ്ററിലേക്ക് നമ്മൾ ഉരുട്ടിയ മിക്സ്ചർ ഇടുക. ഇരുന്നോട്ടെ, മിക്സ് ചെയ്യാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ടിടുക, ഇല്ലെങ്കിൽ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. നല്ല മൂത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. മൂത്തിട്ടുണ്ട്. നമുക്ക് മൂത്തത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടപ്പിയോക്ക ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഈവനിങ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. ഇവർക്കത് കൊടുത്തു നോക്കണ്ടേ നമുക്ക്. അതിനു മുമ്പ് നമുക്ക് ടപ്പിയോക്കയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ടപ്പിയോക്ക ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഫസ്റ്റ് പോയിന്റ്. അത് കൂടാതെ രണ്ടാമത് ഡയറ്ററി ഫൈബറാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ടപ്പിയോക്ക കഴിക്കുന്നത്. കൂടാതെ റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ബോഡിയിലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കൂട്ടാൻ നല്ലതാണ്. കൂടാതെ ബോഡിയിലുള്ള ഫ്ലൂയിഡിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ടപ്പിയോക്ക വളരെയധികം സഹായിക്കും. ഇതിനെല്ലാം ഉപരി ഇത് ഫുൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര എനർജി കൊടുക്കാനായിട്ട് നമ്മുടെ ടപ്പിയോക്ക വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടേ, ഇനി അവർക്ക് കൊടുത്തു നോക്കാം എങ്ങനെയാണെന്ന്. അതാണ് ഇവർ രണ്ടുപേരും വേണം ഇതിൻ്റെ അഭിപ്രായം പറയാനായിട്ട് കഴിച്ചിട്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ജങ്ക് ഫുഡൊക്കെ വൈകിട്ട് കൊടുക്കുന്നതിന് വരെ ഇങ്ങനത്തെ ഹോംലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവരറിയത്തേ ഇല്ല എന്ത് സാധനമാണെന്ന്. ഇതിനകത്ത് ഇപ്പം ഉരുളക്കിഴങ്ങാണെന്ന് അവർ വിചാരിക്കും. ഇതിപ്പം കപ്പയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കൊള്ളോ? അപ്പം എല്ലാവരും ടപ്പിയോക്ക ബോണ്ട ഉണ്ടാക്കിയിട്ട് താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. എങ്ങനെയുണ്ട്? ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബി ഹെൽത്തി, ബി ബ്യൂട്ടിഫുൾ.